നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. മറ്റൊരു IPO വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ച അദാനി വിൽമർ എന്ന കമ്പനിയുടെ IPO വളരെ നന്നായിട്ട് പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് കാണുന്നത്. എന്തായാലും റീറ്റെയിൽ വിഭാഗത്തിൽ ഫുള്ളായിട്ട് സബ്സ്ക്രൈബഡ് ആയി കഴിഞ്ഞു ആ കമ്പനി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വേദാന്ത് ഫാഷൻസ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ മാന്യവർ എന്നുള്ള ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന വേദാന്ത് ഫാഷൻസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ IPO വിശേഷങ്ങളാണ്. അത് 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് ആ സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ആയിരിക്കുന്നത്. IPO ഫെബ്രുവരി 4 മുതൽ 8-ാം തീയതി വരെ ആയിരിക്കും. 3149.19 കോടി രൂപയ്ക്കുള്ള IPO ആണ് അവർ നടത്തുന്നത്. പക്ഷേ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ഇതിൽ ഫ്രഷ് ഇഷ്യൂ ഒന്നുമില്ല. പ്രൊമോട്ടേഴ്സും ഇപ്പോൾ നിലവിലുള്ള ചില ഇൻവെസ്റ്റേഴ്സും കുറച്ച് അവരുടെ കൈവശമുള്ള ഓഹരികൾ വിറ്റഴിക്കുകയാണ്. ആ അവസരം നമുക്ക് മുതലാക്കാൻ, നമുക്ക് ആ കമ്പനിയുടെ ഓഹരികൾ വാങ്ങിയെടുക്കാനുള്ള അവസരവും കൂടി കിട്ടുകയാണ്. ആ IPO വിശേഷങ്ങളിലേക്ക് നമുക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയാറുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത്. പിന്നെ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. വേദാന്ത് ഫാഷൻസ് ലിമിറ്റഡ്, കൽക്കട്ട ബേസ് ആയിട്ടുള്ള ഈ കമ്പനി ഇന്ത്യൻ സെലിബ്രേഷൻ വെയറുകളുടെ കാര്യത്തിലും, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ജെൻസ് വെഡിങ് വെയറുകളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ്. ക്രിക്കറ്റ് സൂപ്പർ സ്റ്റാർ വിരാട് കോഹ്ലിയെ ബ്രാൻഡ് അംബാസഡർ ആക്കിയിട്ടുള്ള അവരുടെ പരസ്യങ്ങൾ അവരെ വളരെ മുന്നിലേക്ക് എത്തിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച, അല്ലെങ്കിൽ എത്നിക് വെയർ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ബേസ് ചെയ്തിട്ടുള്ള വസ്ത്രങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ട് അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് മാന്യവർ എന്ന് പറയുന്നത്. മാന്യവർ കൂടാതെ അവർക്ക് മെഹെ, മെബാസ്, മൻധൻ, തമേവ് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളും ഉണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന രവി മോഡി, ശില്പി മോഡി എന്നിവരാണ് ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ്. അതുകൂടാതെ രവി മോഡിയുടെ ഫാമിലി ട്രസ്റ്റിനും ഇതിൻ്റെ പ്രൊമോട്ടർ സ്ഥാനമുണ്ട്. ഇവരുടെ കൈവശമാണ് 92.5% ഓഹരികളും കമ്പനിയുടെ ഈ ഇഷ്യൂവിന് തൊട്ട് മുമ്പുള്ളത്. ഇഷ്യൂ കഴിയുമ്പോൾ അതിന് വ്യത്യാസം വരും. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഓഫർ ഫോർ സെയിൽ ആയതുകൊണ്ട് ഇതുവഴി ലഭിക്കുന്ന മുഴുവൻ തുകയും ഈ ഓഹരികൾ വിൽക്കുന്ന പ്രൊമോട്ടേഴ്സിനും മറ്റിപ്പോഴുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെയും കൈകളിലേക്കാണ് പോകുന്നത്, കമ്പനിയുടെ കൈകളിലേക്ക് അല്ല. ഇഷ്യൂ വഴി ലഭിക്കുന്ന പണം പ്രൊമോട്ടേഴ്സും ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൽ ഓഹരികൾ വിൽക്കുന്നവരുമാണ് എടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ റൈൻ ഹോൾഡിങ്സും കേദാര ക്യാപിറ്റൽ എന്ന് പറയുന്ന ഫണ്ടുമാണ്. അപ്പോൾ ഈ കമ്പനിയുടെ തുടക്കകാലത്ത് കമ്പനിയിൽ പണമിറക്കുകയും കമ്പനിയുടെ പ്രവർത്തനം മികച്ച രീതിയിലേക്ക് കൊണ്ടുവരാനും സഹായിച്ചിട്ടുള്ള ഇക്വിറ്റി ഫണ്ടുകളെല്ലാം തന്നെ ഇപ്പോൾ കമ്പനി നല്ല നിലയിലെത്തി നല്ല ലാഭത്തിലാവുകയും ചെയ്ത അവസരത്തിൽ അവരുടെ കൈവശമുള്ള ഓഹരികളുടെ ഒരു ഭാഗം വിറ്റഴിക്കുന്നതാണ്. അല്ലാതെ ഇത് എല്ലാവരും കൈയൊഴിയാണെന്നൊരു തോന്നൽ വേണ്ട. അവരുടെ കൈവശമുള്ള കുറച്ച് ഓഹരികൾ അവർ വിറ്റഴിക്കുന്നു. ആ അവസരം നമുക്ക് മുതലാക്കാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ആ ഓഹരികൾ വാങ്ങിച്ചെടുക്കുകയും ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആവാനും സാധിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു പോസിറ്റീവ് വശമായിട്ട് കാണണം. ഇപ്പോൾ ഓഹരികൾ വിൽക്കുന്നത് 1.74 കോടി ഓഹരികളാണ് റൈൻ ഹോൾഡിങ്സ് വിറ്റഴിക്കുന്നത്. അതുപോലെ തന്നെ കേദാര ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇൻ്റർനാഷണലായിട്ട് തന്നെ അറിയപ്പെടുന്ന ഒരു ഇക്വിറ്റി ഫണ്ടാണ്. അവരുടെ ഒരു ഫണ്ടായിട്ടുള്ള കേദാര ക്യാപിറ്റൽ AIF എന്ന ഫണ്ടാണ് 7.23 ലക്ഷം ഓഹരികൾ അവർ വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ രവി മോഡി ഫാമിലി ട്രസ്റ്റ് അവർ 1.81 കോടി ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റൈൻ ഹോൾഡിങ്സിൻ്റെ കയ്യിൽ 7.2%, കേദാര AIF ഹോൾഡിങ്സിൻ്റെ കയ്യിൽ 0.3%, രവി മോഡി ഫാമിലി ട്രസ്റ്റിൻ്റെ കയ്യിൽ 74.67% ഓഹരികളും ഉണ്ട്. 2021 ജൂണിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മാന്യവറിന് 537 എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സുകളുണ്ട്. ആൻഡ് ദേ ആർ ഹാവിങ് 55 ഷോപ്സ് ഗ്ലോബലി. പിന്നെ 12 ഓവർസീസ് എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സുകളുണ്ട്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, കാനഡ, UAE ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലും മാന്യവറിൻ്റെ അല്ലെങ്കിൽ വേദാന്തയുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളുണ്ട്.
കമ്പനി ഇപ്പോൾ ഈ ഇഷ്യൂ നടത്തുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നല്ല രീതിയിലേക്ക് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വളർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള നിക്ഷേപകരും അവരുടെ പ്രൊമോട്ടേഴ്സും അവരുടെ കൈവശമുള്ള കുറച്ച് ഓഹരികൾ വിറ്റ് ലാഭമെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ നടത്തുന്നത്. മുഴുവൻ ഓഫർ ഫോർ സെയിൽ ആയതുകൊണ്ട് 3,63,00,000 ചില്ലുവാനം ഓഹരികൾ ഇപ്പോൾ അവർ വിറ്റഴിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന പണം അവർ എടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ മാന്യവർ അല്ലെങ്കിൽ ഈ വേദാന്ത ഫാഷൻസ് എന്ന് പറയുന്ന കമ്പനിയെ ഒരു ലിസ്റ്റഡ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ലിസ്റ്റഡ് കമ്പനി ആവുകയാണെങ്കിൽ ഭാവിയിൽ ഇവർക്ക് മൂലധന വിപണിയിൽ നിന്ന് നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു IPO നടത്തുന്നതിനുള്ള പ്രധാന ലക്ഷ്യം. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽസിലേക്ക് നോക്കുകയാണെങ്കിൽ 2021 കമ്പനിക്ക് ലാഭത്തിൽ ഒരു കുറവ് സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നഷ്ടത്തിലേക്കൊന്നും പോയിട്ടില്ല. റവന്യൂ നോക്കുകയാണെങ്കിൽ 2019 819.8 കോടിയാണ് കാണുന്നത്. റവന്യൂ 2020 ആയപ്പോൾ 948 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ 2021 625.1 എന്നുള്ള ലെവലിലേക്ക് റവന്യൂവിൽ ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. അതായത് ഒരു 323 കോടി രൂപയുടെ ഒരു കുറവാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് 2021-22 കാലഘട്ടത്തിലെ അർദ്ധവാർഷികമായിട്ട് നോക്കുകയാണെങ്കിൽ 387.3 കോടിയാണ്. അത് പകുതി വർഷത്തെ കണക്കാണ്. എക്സ്പെൻസസ് ആണ് ഈ കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. നെറ്റ് ഇൻകം നമുക്ക് നോക്കാം. നെറ്റ് ഇൻകം 2019 176.5 കോടി ആയിരുന്നത് 2020 ആയപ്പോൾ 236.5 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ 2021 ആ നെറ്റ് ഇൻകം അവരുടെ ലാഭം 133.0 അതായത് 133 കോടിയായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. അതായത് 103 കോടി രൂപയുടെ ഇടിവാണ് 2020 നിന്ന് സംഭവിച്ചിട്ടുള്ളത്. അത് 2021-22 അർദ്ധവാർഷികം നോക്കുകയാണെങ്കിൽ 98.4 ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. പകുതി വർഷത്തെ കണക്കാണ്. എന്നാൽ പ്രോഫിറ്റ് മാർജിനിൽ വളരെ നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. 21.5% ആണ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയും ലാഭത്തിൻ്റെ. 24.9 ആണ് 2020. 2021 21.3%. ഇപ്പോഴത്തെ അർദ്ധവാർഷിക നോക്കുകയാണെങ്കിൽ 25.4 കാണുന്നത്. അപ്പോൾ കമ്പനിക്ക് 2021 ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ വസ്ത്ര വ്യാപാര രംഗത്തും കോവിഡ് മൂലം നല്ലൊരു തളർച്ചയുണ്ടായിട്ടുണ്ട്. അതുമൂലം ഈ കമ്പനിക്കും ഒരു ചെറിയ കുറവ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നെറ്റ് ഇൻകത്തിൽ. എങ്കിലും അത് വളരെ നഷ്ടത്തിലേക്കൊന്നും പോയിട്ടില്ല. അത് വീണ്ടും ഈ കോവിഡ് തരംഗം മാറുന്നതിനനുസരിച്ച് വീണ്ടും കമ്പനി ലാഭത്തിലേക്ക് തന്നെ വരുമെന്നാണ് നമുക്ക് വിശ്വസിക്കാവുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ വാല്യുവേഷൻസ് നോക്കാം. 2021 EPS 5.36 ആണ് കാണുന്നത്. PE റേഷ്യോ 153.73, 161.57. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 12.19%. ബുക്ക് വാല്യൂ 44.03. ഇനി മാന്യവറിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഫെബ്രുവരി 4 മുതൽ 8 വരെയാണ് ഇഷ്യൂ സബ്സ്ക്രിപ്ഷൻ ഡേറ്റ്. അതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 866 രൂപയാണ്. 824 മുതൽ 866 വരെയാണ് പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. 1 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 866 ഇരട്ടിയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡായിട്ട് വന്നിരിക്കുന്നത്. അതായത് അപ്പർ ബാൻഡ് എന്ന് പറയുന്നത്. ഫ്രഷ് ഇഷ്യൂ ഒന്നുമില്ല. ഓഫർ ഫോർ സെയിലാണ് മുഴുവനും. അതായത് 3149.19 കോടി രൂപയ്ക്കുള്ളതാണ്. 866 രൂപയ്ക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ പ്രൈസായിട്ട് വരുന്നത്, അതുവഴി കിട്ടുന്ന തുക. അതായത് ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് 3,63,64,838 ഓഹരികളാണ് കമ്പനി വിറ്റഴിക്കുന്നത്. അതിൽ മിനിമം എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ റീറ്റെയിലേഴ്സിന് ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ 17 ഓഹരികൾ വരും. അങ്ങനെ 13 ലോട്ട് വരെയാണ് റീറ്റെയിലേഴ്സിന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 1 രൂപയാണ് ഫേസ് വാല്യൂ. 35% റീറ്റെയിലേഴ്സിന് ഓഹരികൾ നൽകുന്നുണ്ട്. ടോട്ടൽ ഇഷ്യൂവിൻ്റെ 35% റീറ്റെയിലേഴ്സിന് ലഭിക്കുന്നതാണ്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിനി ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഇതിൻ്റെ ഡേറ്റുകൾ നോക്കാം. അലോട്ട്മെൻറ്റ് ഡേറ്റ് 11-ാം തീയതിയും റീഫണ്ട് ഷെയർ കിട്ടാത്തവർക്ക് 14-ാം തീയതി റീഫണ്ട് വരുന്നു. ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കിട്ടുന്നത്
15-ാം തീയതിയാണ്. ഇത് ലിസ്റ്റ് ചെയ്യുന്നത് ഫെബ്രുവരി 16-ാം തീയതിയുമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 866 ഇരട്ടി ആണ് ഇതിൻ്റെ IPO പ്രൈസ് എന്നുള്ളത് ഒരു പ്രശ്നം ആയിട്ട് നമുക്ക് തോന്നാം. കാരണം ഇത് അത്രയും വാല്യുവേഷൻ ഉണ്ടോ കമ്പനിക്ക് എന്നൊക്കെ ഒരു തോന്നൽ നമുക്കുണ്ടായേക്കാം. പക്ഷെ ഒരു കാര്യം, ഇത് ഒരു ഇൻ്റർനാഷണൽ തന്നെ ഇപ്പോൾ അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്ന ഒരു ബ്രാൻഡാണ് മാന്യുവർ എന്ന് പറയുന്നത്. ഇന്ത്യൻ എത്തനിക് വെയറിൽ ഇന്ത്യൻ സംസ്കാരം പ്രതിഫലിക്കുന്ന രീതിയിലുള്ള ജെൻസിൻ്റെ, പ്രത്യേകിച്ച് ജെൻസിൻ്റെ വെഡിങ് ഡ്രസ്സുകളെല്ലാമാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ഈ കോവിഡ് ഇങ്ങനെ വളരെയധികം ശക്തമായിരിക്കുന്ന സമയത്ത് വിവാഹങ്ങളൊന്നും അധികമൊന്നും ആളുകൾ നടത്താതെ ഇരിക്കുകയും മാറ്റിവെക്കുകയൊക്കെ ചെയ്തിരുന്ന സമയത്ത് ഏതെങ്കിലും വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ തന്നെ വലിയ ലക്ഷൂറിയസ് ഡ്രസ്സിങ്ങും ഒക്കെ പലരും ഒഴിവാക്കിയിട്ടുണ്ടാവുക. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ കമ്പനിക്ക് അയാളുടെ ലാഭത്തിൽ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ തരംഗം ഒന്ന് കുറയുന്ന സമയത്ത് അതിൻ്റേതായ ഉയർച്ച ഓഹരികളിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കമ്പനിയുടെ ലാഭത്തിലുണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കമ്പനിയെ സംബന്ധിച്ച് വളരെ ഫ്യൂച്ചറുള്ള ഒരു കമ്പനി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ലോങ് ടേമിലേക്കും കരുതി വയ്ക്കാവുന്ന ഒരു കമ്പനി തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ യൂണിയൻ ബജറ്റിന് തൊട്ട് പിന്നാലെ വരുന്ന ആദ്യത്തെ IPO എന്നുള്ള നിലയിൽ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഇഷ്യൂവിൻ്റെ ലീഡ് മാനേജേഴ്സ് ആക്സിസ് ക്യാപിറ്റൽ, എഡിൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ്, ICICI സെക്യൂരിറ്റീസ്, IIFL സെക്യൂരിറ്റീസ്, കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ എന്നിങ്ങനെയുള്ള കമ്പനികളാണ്. ഇതിൻ്റെ രജിസ്ട്രാർ KFIN ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുമാണ്. അവരുടെ വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് ഇഷ്യൂ കിട്ടിയോ എന്നറിയാനായിട്ട് സെർച്ച് ചെയ്യേണ്ടത്. ഫ്രണ്ട്സ്, ഫെബ്രുവരിയിലെ ആദ്യ IPO ആയ വേദാന്ത് ഫാഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിന്. അതോടൊപ്പം തന്നെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും ഇടാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. ഇനി നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.